ക്ലാസ്സിൽ നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് ലോ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ സെക്കൻഡ് ലോയും ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന പോർഷൻ ആണ് ഗിബ്സ് ഫ്രീ എനർജി. ഇതിനെ നമ്മൾ ജി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ക്യാപിറ്റൽ ലെറ്റർ ജി. സോ ക്യാപിറ്റൽ ലെറ്റർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റും ഇതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഗിബ്സ് ഫ്രീ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. നമ്മൾ എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, എന്താണ് പാത്ത് ഫംഗ്ഷൻ എന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇനി എന്താണ് ഗിബ്സ് ഫ്രീ എനർജി? നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ച സമയത്ത് അവിടെ നമ്മൾ എൻട്രോപ്പി എന്നുള്ള ഒരു ടേം, ഒരു വേരിയബിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ എൻട്രോപ്പി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു പ്രോസസ്സ് എപ്പോഴാണ് സ്പോണ്ടേനിയസ് ആവുന്നത്? സോ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ആരുടെ എൻട്രോപ്പി ചേഞ്ച്? യൂണിവേഴ്സിന്റെ എൻട്രോപ്പി ചേഞ്ച്. അപ്പൊ നമ്മളൊരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ റിയാക്ഷൻ നടക്കുമോ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്നുള്ളത് യൂണിവേഴ്സിന്റെ എൻട്രോപ്പി ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു റിയാക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റം മാത്രമാണ് കൺസിഡർ ചെയ്യുക. അതിന് പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. നമുക്കത് മെഷർ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് സ്പോണ്ടേനിറ്റി, ഒരു സിസ്റ്റത്തിന്റെ സ്പോണ്ടേനിറ്റി നമുക്ക് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഗിബ്സ് ഫ്രീ എനർജി എന്നുള്ള ഒരു ടേം അല്ലെങ്കിൽ ഒരു വേരിയബിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ അല്ലെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്നുള്ള കാര്യം നമുക്ക് ഗിബ്സ് ഫ്രീ എനർജി വെച്ചിട്ട് പറയാൻ പറ്റും. നേരത്തെ എന്താണ് എൻട്രോപ്പിയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, എൻട്രോപ്പിയിൽ നമ്മൾ ഡെൽറ്റ എസ് യൂണിവേഴ്സ് വെച്ചിട്ടായിരുന്നു ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഡെൽറ്റ എസ് യൂണിവേഴ്സ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ആ പ്രോസസ്സ് എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും ഫോർ ആൻ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. പക്ഷേ എല്ലായ്പ്പോഴും നമുക്ക് ഈ ഒരു യൂണിവേഴ്സിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ഒരു സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ സ്പോണ്ടേനിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് G ഈസ് ഈക്വൽ ടു H മൈനസ് ടി എസ്. ഓരോന്നും എന്താണെന്നറിയാലോ. G എന്ന് പറയുന്നത് ഗിബ്സ് ഫ്രീ എനർജി ആണ്, H എന്ന് വെച്ചാൽ എൻതാൽപ്പി ആണ്, T ടെമ്പറേച്ചർ, S എൻട്രോപ്പി. സോ എൻ്റെ ഒരു സിസ്റ്റം, അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ അതിൻ്റെ ഗിബ്സ് ഫ്രീ എനർജി G1 ആയിരുന്നു, എൻതാൽപ്പി T1 ആയിരുന്നു, ദെൻ എൻട്രോപ്പി S1 ആയിരുന്നു. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല, T. ദെൻ ആ സിസ്റ്റം റിയാക്ഷൻ കഴിയുന്ന സമയത്ത് ഫൈനൽ സ്റ്റേറ്റിൽ അതിൻ്റെ ഗിബ്സ് ഫ്രീ എനർജി G2 ആണ്, എൻതാൽപ്പി H2 ആണ്, എൻട്രോപ്പി S2 ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇനി എനിക്ക് ഡെൽറ്റ ജി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഡെൽറ്റ ജി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി. ഓക്കെ, സോ ഡെൽറ്റ ജി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? G2 മൈനസ് G1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ G2 മൈനസ് G1 ചെയ്യുമ്പോൾ എന്താ G2 എന്ന് പറയുന്നത്? H2 മൈനസ് TS2 ആയിരിക്കുമല്ലോ. ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി. ദെൻ G1 എന്ന് പറയുന്നത് H1 മൈനസ് TS1. ദെൻ നമ്മൾ ഡെൽറ്റ ജി എന്ന് പറയുന്നത് G2 മൈനസ് G1 ആണ്, G2 മൈനസ് G1. ഇത് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇക്വേഷൻ 1ഉം 2ഉം G2ൻ്റെയും G1ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? H2 മൈനസ് H1 മൈനസ് T ഇൻറ്റു S2 മൈനസ് S1. ഓക്കെ, എന്താ H2 മൈനസ് H1 എന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ എൻതാൽപ്പി അല്ലേ, മൈനസ് T ഡെൽറ്റ എസ്. S2 മൈനസ് S1 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ്. സോ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇതിനെയാണ് നമ്മൾ ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷൻ എന്ന് പറയാം. ഗിബ്സ് ഇക്വേഷൻ.
ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഈ ഇക്വേഷൻ എന്തായാലും ഓർത്തു വെക്കുക. ഇനി എന്താണ് ഗിബ്സ് ഫ്രീ എനർജിയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്? ഈ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ഗിബ്സ് ഫ്രീ എനർജിയിൽ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലെ യൂസ്ഫുൾ വർക്കിനെയാണ് നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയാം. യൂസ്ഫുൾ വർക്ക് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഉണ്ട്, അതിൽ നമുക്ക് എത്രത്തോളം വർക്ക് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മാറ്റാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിന്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഗിബ്സ് ഫ്രീ എനർജി നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതിൽ ക്യൂ പ്ലസ് ഡബ്ല്യു, ഡബ്ല്യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡബ്ല്യു ഒന്നുകിൽ എക്സ്പാൻഷൻ വർക്ക് ആവാം അല്ലെങ്കിൽ നോൺ എക്സ്പാൻഷൻ വർക്ക് ആവാം. രണ്ട് ടൈപ്പ് വർക്കാണ് പോസിബിൾ. ഒന്ന് എക്സ്പാൻഷൻ വർക്കും മറ്റേത് നോൺ എക്സ്പാൻഷൻ വർക്കും. അങ്ങനെയാണെങ്കിൽ ക്യൂ പ്ലസ് ഡബ്ല്യു എക്സ്പാൻഷൻ പ്ലസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. ഇങ്ങനെ എനിക്ക് ഇക്വേഷനെ മാറ്റി എഴുതിക്കൂടെ? ദെൻ നമുക്കറിയാം ഡബ്ല്യു എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എന്താ? മൈനസ് പി ഡി വി അല്ലേ? മൈനസ് പി ഡി വി. സോ ക്യൂ മൈനസ് പി ഡി വി പ്ലസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിലോ, ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് പി ഡി വി, ഡെൽറ്റ യു മൈനസ് ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് പി ഡി വി മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കറിയാം ഡെൽറ്റ യു പ്ലസ് പി ഡി വിനെ നമുക്ക് പി ഡെൽറ്റ വി എന്ന് എഴുതാം. ഇതെന്താ? ഡെൽറ്റ എച്ച് അല്ലേ? ചേഞ്ച് ഇൻ എൻതാൽപ്പി ആണ്. സോ ക്യൂവിനെ എനിക്ക് എന്ത് എഴുതാം? ഡെൽറ്റ എച്ച് മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. ഇങ്ങനെ എഴുതാം. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഓക്കെ, ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഇതുവരെ നമ്മൾ ഫസ്റ്റ് ലോ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അങ്ങനെയാണെങ്കിൽ എന്തെഴുതാം? ടി ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ. ക്യൂവിനെ എനിക്ക് എങ്ങനെ എഴുതാം? ടി ഡെൽറ്റ എസ് എന്ന് എഴുതാം. ഇവിടെ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ, വർക്ക് ഇൻ നോൺ എക്സ്പാൻഷൻ മോഡ്. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിൽ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ടി ഡെൽറ്റ എസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ എന്ന് കിട്ടില്ലേ? അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ഈക്വൽ ടു ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. ഈ രണ്ട് ഇക്വേഷൻ കമ്പയറിംഗ് ഇക്വേഷൻ 1 and 2. ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് കിട്ടുക. ഓക്കെ, ഇനി തൊട്ട് മുന്നേ നമ്മൾ എഴുതിയിട്ടുണ്ട് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഗിബ്സ് ഫ്രീ എനർജി ആണ്. ഗിബ്സ് ഫ്രീ എനർജി. സോ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. നമുക്ക് കിട്ടി ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ. ഒരു സിസ്റ്റത്തിലെ നോൺ എക്സ്പാൻഷൻ വർക്ക് അതാണ് എന്ത്? ഡെൽറ്റ ജി. ഈ നോൺ എക്സ്പാൻഷൻ വർക്കിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂസ്ഫുൾ വർക്ക് എന്ന് പറയുന്നത്. ഡബ്ല്യു നോൺ എക്സ്പാൻഷൻ ആണ് എന്ത്? ഡബ്ല്യു യൂസ്ഫുൾ. സോ ഒരു സിസ്റ്റത്തിലെ യൂസ്ഫുൾ വർക്ക് ആണ് എന്ത്? അവിടുത്തെ ഗിബ്സ് ഫ്രീ എനർജിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്. സോ decrease in the Gibbs free energy of a system in a reversible process at constant temperature
ആൻഡ് പ്രഷർ ഈസ് ഈക്വൽ ടു മാക്സിമം യൂസ്ഫുൾ വർക്ക്. ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് മാക്സിമം എത്ര വർക്ക് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ അതിന്റെ മെഷർമെന്റ് ആണ് ഡെൽറ്റ ജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെൽറ്റ ജി എന്ന് പറയുന്നത് എന്താണ്? യൂസ്ഫുൾ വർക്ക് ആണ്. അതാണ് അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. മാത്തമാറ്റിക്കലി അത് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ ഈ ഒരു ഡെറിവേഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ടത് ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി. നമ്മൾ പറഞ്ഞു ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ അല്ലെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെ കണ്ടീഷനിലാണ് ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവുന്നത് അല്ലെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ എന്താന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ലോജിക്കലി പറയുകയാണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ ഡെൽറ്റ ജി ലെസ് ദാൻ 0 ആവുന്ന കേസാണ് സ്പോണ്ടേനിയസ് ആവുന്നത്. ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ ഡെൽറ്റ ജി എന്താവണം? ലെസ് ദാൻ 0. ഓക്കെ, ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ ഗിബ്സ് ഫ്രീ എനർജിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ് എന്ന് പറയാം. ഇനി ഇതിന്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ആണ്. മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ എങ്ങനെയാണ് നമുക്കിത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് G ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്, ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതിൽ എൻതാൽപ്പിനെ എനിക്ക് എങ്ങനെ എഴുതാം? G ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്ന് എഴുതിക്കൂടെ? യു പ്ലസ് പി വി മൈനസ് ടി എസ്. ഓക്കെ, സോ ഫസ്റ്റ് ലോ യൂസ് ചെയ്തിട്ട് ഞാൻ എൻതാൽപ്പിനെ എന്ത് എഴുതി? ഇന്റേണൽ എനർജി പ്ലസ് പി വി വർക്ക് എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഡി ജി ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി മൈനസ് ടി ഡി എസ് എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ഡി യു പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി. ഓക്കെ, ഇവിടെ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ടാണ് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡി യു എന്താന്ന് കണ്ടിട്ടുണ്ട്. ഡി യു എന്താ? ഡി യു ഡി ക്യു മൈനസ് പി ഡി വി അല്ലേ? ഡി ക്യു മൈനസ് പി ഡി വിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡി യു എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ എനിക്ക് ഇവിടെ ഈ ഡി യുന് പകരം എന്തെഴുതാം? ഡി ക്യു മൈനസ് പി ഡി വി എന്ന് എഴുതിക്കൂടെ? ഡി ക്യു മൈനസ് പി ഡി വി, ദെൻ ഇവിടെ ബാക്കിയുള്ള പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി മൈനസ് ടി ഡി എസ് മൈനസ് എസ് ടി ടി. ഓക്കെ, ദെൻ ഇവിടെ ആരൊക്കെ ക്യാൻസൽ ആയിപ്പോവും? മൈനസ് പി ഡി വി പ്ലസ് പി ഡി വി ക്യാൻസൽ ആയിപ്പോയി. എന്താ ബാക്കിയുള്ള? ഡി ക്യു പ്ലസ് വി ഡി പി മൈനസ് ടി ഡി എസ് മൈനസ് എസ് ടി ടി. ഇത്രയാണ് ബാക്കിയുള്ളത്. ഞാൻ ഒന്നുകൂടി എഴുതാം. ഡി ജി ഈക്വൽ ടു ഡി ക്യു മൈനസ് ഡി ക്യു പ്ലസ് വി ഡി പി മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എന്താ കണ്ടീഷൻ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുമ്പോൾ ഡി ടി എന്തായിരിക്കും? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ ചേഞ്ച് ഇൻ പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ. സോ ഈ രണ്ട് ടേം വരുന്ന ആൾക്കാരൊക്കെ ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ എസ് ഡി ടി എന്തായി? 0 ആയി. അതുപോലെ വി ഡി പി എന്താവും? 0 ആവും. സോ എനിക്ക് എന്ത് എഴുതാം? ഡി ജി ഈക്വൽ ടു ഡി ക്യു മൈനസ് ടി ഡി എസ്.
dg ഈക്വൽ ടു dq മൈനസ് tds. സോ ഇതാണ് എൻ്റെ ഫൈനൽ ഇക്വേഷൻ. dg ഈക്വൽ ടു dq മൈനസ് tds. ഓക്കെ, ഇനി റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ, റിവേഴ്സിബിൾ പ്രോസസ്, രണ്ട് ടൈപ്പ് പ്രോസസ് ഉണ്ട്, റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും. സോ റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ അവിടെ ഡി ക്യു എന്തായിരിക്കും? ഈക്വൽ ടു ടി ഡി എസ് ആയിരിക്കും. ഡി ക്യു ഈക്വൽ ടു ടി ഡി എസ്. ഡി ക്യു ടി ഡി എസിന് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ ഡി ജി എന്തായിട്ട് മാറും? സീറോ. ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി എന്തായിരിക്കും? സീറോ ആയിരിക്കും ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്. അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അറ്റ് ഇക്വിലിബ്രിയം, ഇത് രണ്ടും പറയാം. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി സീറോ ആയിരിക്കും. ഇനി ഇറിവേഴ്സിബിൾ പ്രോസസ്, ഇറിവേഴ്സിബിൾ ആണ്, പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണ്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എത്തിയിട്ടില്ല, അതിന് മുമ്പുള്ള സ്റ്റേജ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഡി ക്യു എന്തായിരിക്കും? ഡി ക്യു ടി ഡി എസ്. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിൽ ഡി ജി എന്ത് വരും? ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി എന്ത് വരും? നെഗറ്റീവ് ആയിരിക്കില്ലേ? നെഗറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു റിയാക്ഷൻ അത് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ, ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ അത് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി നെഗറ്റീവ് ആയിരിക്കണം. സോ അതിന്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ആണിത്. ഇത് എക്സാമിന് ചോദിച്ചു വരാറുണ്ട്, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടും ഇനി ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കാറുണ്ട്. ഓർത്തു വെക്കുക, സ്പോണ്ടേനിറ്റിക്കുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡെൽറ്റ ജി എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇനി ഏതൊക്കെ കണ്ടീഷനിലാണ് ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്, ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഓർത്തു വെക്കുക. അല്ലെങ്കിൽ ജി ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് എന്നുള്ള ഇക്വേഷൻ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി ഓരോ കണ്ടീഷനായിട്ട് നമുക്ക് നോക്കാം. ഡെൽറ്റ എച്ച് എന്താണ്? നെഗറ്റീവ് ആണ്. ഡെൽറ്റ എസ് എന്താണ്? പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും ഇൻ ഓൾ ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചർ നമ്മൾ എടുത്താലും ഡെൽറ്റ ജി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. ഏത് കണ്ടീഷനാ? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കണം, ഡെൽറ്റ എസ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഇനി രണ്ടും നെഗറ്റീവ് വന്നാലോ? രണ്ടും നെഗറ്റീവ് വരികയാണെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആയിരിക്കും, ഹൈ ടെമ്പറേച്ചറിൽ അത് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ലോ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും, ഹൈ ടെമ്പറേച്ചറിൽ നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും. ഇനി രണ്ടും പോസിറ്റീവ് വരികയാണെങ്കിലോ? അവിടെ നേരെ തിരിഞ്ഞ് ലോ ടെമ്പറേച്ചറിൽ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും, ഹൈ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ, ദെൻ ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവും വരുന്ന കണ്ടീഷനിൽ അവിടെ ഡെൽറ്റ ജി പോസിറ്റീവ് ആയിരിക്കും ആൻഡ് നോൺ സ്പോണ്ടേനിയസ്. ഓക്കെ, ഏത് റിയാക്ഷൻ ആണ് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ളത്? ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവുമായിട്ടുള്ളത്. അത് എല്ലാ ടെമ്പറേച്ചറിലും ആ ഒരു റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ, സോ ഈ കണ്ടീഷൻസ് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെ കണ്ടീഷനിലാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുന്നത്, അതിൻ്റെ ക്രൈറ്റീരിയ. ഓക്കെ, ഇനി ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണിച്ചിട്ടുള്ളത്. ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ ഡെൽറ്റ എച്ച് എന്താണ്? നെഗറ്റീവ് ആണ്. ദെൻ ഡെൽറ്റ എസ് പോസിറ്റീവ്. ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവും ആണെങ്കിൽ അതെന്തായിരിക്കും? സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചർ എടുത്താലും അത് സ്പോണ്ടേനിയസ് ആവും. ഇനി ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവുമാണെങ്കിൽ അവിടെ സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ മാത്രം അതെന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. ഹൈ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴേക്കും അത് നോൺ സ്പോണ്ടേനിയസ് ആയിട്ട് മാറും. ദെൻ ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവുമാണെങ്കിൽ അതെന്തായി?
സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ മാത്രമാണ് അത് എന്താവുന്നത്, സ്പോണ്ടേനിയസ് ആവുന്നത്. ദെൻ ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവും എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവ് ആവുന്ന സമയത്ത് അതെന്തായി, നോൺ സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. സോ ഈ ഒരു ഡയഗ്രാം ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ഏതൊക്കെ ടെമ്പറേച്ചറിലാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആവുന്നത് അല്ലെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആവുന്നത് എന്നുള്ള ക്രൈറ്റീരിയ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് അധികം ഒന്നും പഠിക്കാനില്ല. ഇതിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ദ എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ് ക്രിസ്റ്റൽ, ദ എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ് ക്രിസ്റ്റൽ at temperature of 0 Kelvin is equal to 0. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്നു. കുറച്ച് എവിടെ വരെ കൊണ്ടുവരാം, 0 കെൽവിൻ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇത് 0 കെൽവിൻ ആണ്. 0 കെൽവിൻ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ വരെ നമ്മൾ ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്നു. സോ ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ ആ സിസ്റ്റം എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ക്രിസ്റ്റലൈൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലായിട്ട് ബിഹേവ് ചെയ്യും. അവിടെ ഡിസോർഡർ ഒന്നും ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ അവിടുത്തെ എൻട്രോപ്പി എന്തായിരിക്കും എന്നാ പറയുന്നത്, 0. എൻട്രോപ്പി 0 ആയിരിക്കും. പെർഫെക്റ്റ്ലി ഓർഡേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും അത് ഉണ്ടാവും. ഇതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ലോ പഠിച്ചു, സെക്കൻഡ് ലോ പഠിച്ചു, ഇപ്പോൾ തേർഡ് ലോയും പഠിച്ചു. തേർഡ് ലോയിൽ ജസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ എന്താണ് സംഭവം എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് ലോയിന്നും സെക്കൻഡ് ലോയിന്നും അതുപോലെ തന്നെ ഗിബ്സ് ഫ്രീ എനർജി എന്നുമാണ് പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും അധികം വരാൻ സാധ്യത ഉള്ളത്. ഇതിലൊക്കെ ന്യൂമറിക്കൽസ് ചെയ്ത് പഠിക്കണം. ഫസ്റ്റ് ലോ ചെയ്ത് പഠിക്കണം, അതുപോലെ തന്നെ സെക്കൻഡ് ലോ, ദെൻ ഗിബ്സ് ഫ്രീ എനർജി. ഗിബ്സ് ഫ്രീ എനർജിയിൽ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തെർമോഡൈനാമിക്സ് എന്നുള്ള ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ.